നമസ്കാരം. മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി നമ്മോടൊപ്പം പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സാറുണ്ട്. സ്വാഗതം സാർ. നമസ്കാരം. നമസ്കാരം. അപ്പൊ സാർ, ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഇതിനു മുന്നേ 1 വയസ്സ് 2 വയസ്സിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെക്കുറിച്ചും അവർക്ക് ഇഷ്ടപ്പെടുന്ന കളികളെ കുറിച്ചും എല്ലാം നമ്മൾ സംസാര രീതികളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ ഇനി 3 വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങളിലുള്ള മാറ്റം അതെന്തായിരിക്കും സാർ? 3 വയസ്സാകുമ്പോൾ ഈ കളിപ്പാട്ടങ്ങള് കുട്ടി വെച്ചിട്ടല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വേറെ കൂട്ടുകാരൊക്കെ അടുത്ത് വരും, അതിനെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവയുടെ ഒക്കെ തിരിച്ചറിയും ഏത് കളിപ്പാട്ടമാണ്, എന്ത് കളിപ്പാട്ടമാണ്, എന്തിനും ഏതിനും ഈ കുട്ടിക്ക് ഈ സമയത്ത് സംശയം ഉണ്ടാക്കും. അതെന്തോ അമ്മേ, ഇതെന്തോ അമ്മേ. അപ്പോൾ ആ കുട്ടി പറയും, മോളെ അത് മാങ്ങായ. അപ്പോൾ കുട്ടി ചോദിക്കും, മാങ്ങ എവിടുന്ന? അപ്പോൾ അമ്മ ദൂരെ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് മോളെ ആ മാവ് നിൽക്കുന്ന കണ്ടോ, അതിലാ മാവിലാണ് മാങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടി അടുത്ത ചോദ്യം ചോദിക്കും, മാവ് എവിടുന്നാണ്? കാരണം കുട്ടിക്ക് ഓരോന്ന് ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാനാണ് കുട്ടിക്ക് ജിജ്ഞാസ. ഇത് നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് വേണ്ടതല്ല, ഈ ചെറുപ്രായത്തിലാണ് നമ്മുടെ ഉള്ളിലേക്ക് സ്വായത്തമാക്കുന്നത്. ഈ സമയത്തൊക്കെ 3 വയസ്സാകുമ്പോഴത്തേക്ക് അംഗനവാടികളിലൊക്കെ പോകാനായിട്ട് കുട്ടി ശ്രമിക്കും. പക്ഷേ അംഗനവാടിയിൽ പോകുന്നതിന് ചില കുട്ടികൾ ചില സ്കൂളിൽ പോകാനുള്ള ഒരു മടി കാണിക്കും. കരച്ചിലായിരിക്കും. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇതിനുള്ള ഒരു മനം മൂത്ത കുട്ടി അവിടെ പോകുന്നുണ്ടെങ്കിൽ മൂത്ത കുട്ടിയുടെ കൂടെ ഈ ഇളയ കുട്ടിയും കൂടെ പോവുക. അവർക്ക് വേണ്ടി അംഗനവാടിയിൽ പോകാനായിട്ട് അടുത്ത കൊല്ലത്തേക്കാണ് പുതിയ ഉടുപ്പ് മേടിച്ചെങ്കിൽ മോക്ക് അംഗനവാടിയിൽ പോകാനാണ് ഈ ഉടുപ്പ് മേടിച്ച് വെച്ചത്. അപ്പോൾ കുട്ടി അതിനുവേണ്ടി തയ്യാറാകും. അംഗനവാടിയിലോട്ടായാലും സ്കൂളിലേക്കാണ്. ഇപ്പോൾ പ്രവേശനോത്സവം നടന്ന സമയമല്ലേ, പ്രവേശനോത്സവം നടക്കുമ്പോൾ കുട്ടികൾ ഒരുപാട് പേര് കരച്ചിലിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ പത്രത്തിൽ കണ്ടു. പക്ഷേ ഇതിനുള്ള കാര്യം നേരത്തെ തന്നെ കുട്ടിയെ സന്തോഷത്തോടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല അനുഭവം നൽകുന്ന സ്ഥലമാണ് സ്കൂളെന്ന് കുട്ടിക്ക് ബോധ്യമാകണം. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അംഗനവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂളിലെ വിശേഷങ്ങൾ പറയണം. അപ്പോൾ അവിടുത്തെ കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ പറയും. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി വരുമ്പോഴേ, അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 3-4 കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു പൂമ്പാറ്റ പറന്നു വന്ന് എന്ന് പറയുമ്പോൾ അമ്മ, ഓ ഇതാണോ വലിയ കാര്യം. അപ്പോൾ അങ്ങനെയല്ല, കുട്ടിയോട് സംസാരിക്കണം. കുട്ടിയോട് ചോദിക്കണം, മോളെ ആ പൂമ്പാറ്റയ്ക്ക് എന്തൊരു കളറായിരുന്നു, ആ പൂമ്പാറ്റ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ വിഷയങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവന ഉണരും, ആ കുട്ടിയുടെ ഭാഷാശൈലി ഉയരും, കുട്ടിയുടെ ചിന്താധാര ഉയരും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ മേടിക്കണം. പിന്നെ ഈ കുട്ടിക്ക് ഭക്ഷണം സ്വന്തമായിട്ട് കഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഏതാ ഈ 3 വയസ്സാകുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് വെച്ചാൽ സ്വയം സ്വന്തമായിട്ട് മൂത്ത് ഒഴിക്കാനും, അതുപോലെ തന്നെ അതിൻ്റെ വസ്ത്രങ്ങൾ അതിന് ശേഷമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ടോയ്ലറ്റ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അത് അമ്മമാർ തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ അവർ സ്വയം ചെയ്യട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു പാച്ചപ്പ് നമ്മൾ ചെയ്താൽ മതി. ബാക്കിയുള്ളതല്ല, അവരെ കൊണ്ട് സ്വയം പരിശീലനം തുടങ്ങേണ്ടതും ഈ സമയത്താണ്. ഈ 3 വയസ്സിൽ നമ്മൾ അതിശയം തോന്നും, 500ഓളം വാക്കുകൾ കുട്ടി സ്വായത്തമാവും. ഈ 500ഓളം വാക്കുകൾ അവർ ഉപയോഗിക്കും പല രീതിയിൽ. നമ്മൾ പറയുന്ന വാക്കുകൾ അതേപടി അനുകരിച്ചും പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കൂടെ ഇതെന്ത് ഈ വാക്കുകളൊക്കെ പറയും, നമ്മൾ അച്ചടി ഭാഷയിലോ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ സാധാരണ ഉപയോഗിക്കാത്ത കൊച്ചുകുട്ടികൾ ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതേപടി അനുകരിക്കും. കാരണം അവർക്ക് ഗ്രാമറിൻ്റെ എങ്ങനെയാണ് അവർക്ക് അറിയൂടായിരുന്നു. പക്ഷേ ഈ 3 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ആ ഗ്രാമർ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, നമ്മുടെ അത് വ്യാകരണ തെറ്റ് വരാതെ ഉപയോഗിക്കാൻ 3 വയസ്സ് കഴിയുന്നതോടെ അവർക്കൊരു പ്രത്യേക കഴിവ് ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെയാണ് ഭാഷയുടെ ലോകത്തേക്ക് കുട്ടി വരികയാണ്. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത്, 2-3 ഭാഷ ഈ 3 വയസ്സിലും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ മാതൃഭാഷ എന്തായാലും മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയും. ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും മലയാളികൾക്കിടയിൽ മാതൃഭാഷ പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ കുട്ടികളെ മാതൃഭാഷ പഠിപ്പിക്കാനായിട്ട് രക്ഷകർത്താക്കൾ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ SLC കഴിഞ്ഞ ഒരു കുട്ടിക്ക് മലയാളത്തിലൊരു തെറ്റ് കൊടുത്താൽ അറിയാത്ത കുട്ടികളാണ് ഇന്നുള്ളത്. കാരണം എല്ലാവരും ആൾപാസ് നടക്കുന്ന സമയത്ത് മലയാളത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പറ്റുന്നു നമ്മളുടെ മലയാള ഭാഷയിൽ ഒരുപാട് വിജ്ഞാനപ്രദമായ ബുക്കുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും 3 വയസ്സ് കുട്ടിയെ കൂട്ടി വായിക്കാനോ 3 വയസ്സാകുമ്പോൾ ആകുന്നില്ല. അപ്പോൾ ഞാൻ ഇത്തിലൂടെ മുന്നോട്ട് പോയത്, കൂട്ടി വായിക്കാൻ തുടങ്ങുമ്പോൾ ചിത്രകഥകളുണ്ട്. ആ ചിത്രകഥകൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. കുട്ടികളെ ചിത്രകഥകൾക്കിടയിൽ മാത്രമേ ഉള്ളൂ, പടങ്ങൾക്ക് ഇടയിലാണ് വാക്കുകൾ വരുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ കുട്ടി വായിക്കുമ്പോൾ ആ വിഷയത്തോട് കുട്ടി അറിയാതെ അടുക്കും. അതിൻ്റെ ഒരു അറിവും അവരുടെ നിലയിലേക്ക് നിൽക്കും. ഈ സമയത്ത് ഈ കളികളിലെ കൂടെ ഒക്കെ വരുമ്പം കണ്ണും കാതും
മനസ്സോടെ ഏകോപനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏകോപനത്തിനുള്ള ഒരു അവസരം ആർക്കുണ്ടാകണം? ഈ കുട്ടിക്കുണ്ടാകണം. അതൊരു പ്രധാന കാര്യമാണ്. വായനയെ ഞാൻ പറഞ്ഞല്ലോ, 2 വാക്കാണെങ്കിലും 3 വാക്കാണെങ്കിലും ചിത്രകഥകളിലൂടെയുള്ള കഥകൾ, ചിത്രകഥകൾ തന്നെ കഥകൾ, ഈ ചിത്രങ്ങൾ മാത്രമുള്ള പുസ്തകങ്ങളുണ്ട്. അത് വാങ്ങി വായിക്കണം. അത് വിജ്ഞാനത്തെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയേറെ ഗുണം ചെയ്യും. കാരണം എനിക്ക് അനുഭവബോധ്യമായ ഒരു കാര്യമാണ്. അല്ലാതെ ബുക്ക് വായിച്ചു മാത്രമല്ല, ആ പടങ്ങളിലൂടെയും തന്നെ ഒത്തിരി വിജ്ഞാനം കുട്ടി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നമ്മൾ ഈ 3 വയസ്സിലെ കാര്യത്തിൽ എടുത്തു പറയാറുള്ളത്.